ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൾ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? 1986 പുറത്തിറങ്ങിയ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ചിത്രത്തിൽ ദാമോദർജി ഗോപാലകൃഷ്ണ പണിക്കരോട് പറയുന്ന ഡയലോഗാണിത്. ഇത് കേട്ടപ്പോൾ എല്ലാവരും മനസ്സിൽ ചോദിച്ച ഒരു ചോദ്യമായിരിക്കും, ആരാണ് ഈ ചാൾസ് ശോഭരാജ് എന്ന്? ശരിക്കും ആരാണ് അയാൾ? ചില പേരുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയം ഒരുമിച്ച് കടന്നു വരും. അത്തരത്തിലൊരു പേരാണ് ചാൾസ് ശോഭരാജ്. ദി സർപ്പന്റ് എന്നും ബിക്കിനി കില്ലർ എന്നും അറിയപ്പെടുന്ന ഈ കൊടും കുറ്റവാളി എന്തിനാണ് ലോകത്തെ ഇത്രയധികം ഭയപ്പെടുത്തിയത്? എന്തായിരുന്നു അയാളുടെ ചെയ്തികൾ? ഈ പേരുകൾ അയാൾക്ക് എങ്ങനെ ലഭിച്ചു? നമുക്ക് നോക്കാം. ചാൾസ് ശോഭരാജ് ഫ്രഞ്ച് പൗരനായ ഇയാൾ ഇന്ത്യൻ വംശജനാണ്. 70കളിലും 80കളിലും ഏഷ്യയിലെങ്ങും ഇയാൾ ഭീകരത വിതച്ചു. തട്ടിപ്പ്, മോഷണം, കൊലപാതകം തുടങ്ങി നിരവധി കുറ്റകൃത്യങ്ങളിൽ ഇയാൾക്ക് പങ്കുണ്ടായിരുന്നു. കാണാൻ ഭംഗിയുള്ളതും ആകർഷകവുമായ രൂപം, വശീകരിക്കുന്ന സംസാരശൈലി, ഇതൊക്കെയായിരുന്നു അയാളുടെ പ്രധാന ആയുധങ്ങൾ. ആളുകളെ എളുപ്പത്തിൽ സ്വാധീനിച്ച് തൻ്റെ കുറ്റകൃത്യങ്ങളിലേക്ക് ആകർഷിക്കാൻ ഇയാൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. എന്തിനാണ് എല്ലാവരും ശോഭരാജിനെ ഭയന്നത്? ചാൾസ് ശോഭരാജിനെ എല്ലാവരും ഭയന്നതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. അതിന് പ്രധാന കാരണങ്ങൾ ഇയാൾ നടത്തിയ ക്രൂരമായ കൊലപാതകങ്ങളായിരുന്നു. ഇയാൾ പ്രധാനമായും ലക്ഷ്യമിട്ടത് വിദേശ വിനോദസഞ്ചാരികളെയായിരുന്നു. ഇവരുമായി സൗഹൃദം സ്ഥാപിച്ച് മയക്കുമരുന്ന് നൽകി കൊള്ളയടിക്കുക, അതിനുശേഷം അതിക്രൂരമായി കൊലപ്പെടുത്തുക എന്നതായിരുന്നു ഇയാളുടെ രീതി. തായ്ലൻഡ്, നേപ്പാൾ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലായി 20ലധികം കൊലപാതകങ്ങൾ ഇയാൾ നടത്തിയതായി സംശയിക്കപ്പെടുന്നു. ഇയാൾ ഒരുപാട് തവണ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ ഒരു എസ്കേപ്പ് ആർട്ടിസ്റ്റ് എന്നും അറിയപ്പെട്ടു. ലോകത്തിലെ പല രാജ്യങ്ങളിലെയും പോലീസ് സംവിധാനങ്ങളെ ഇയാൾ കബളിപ്പിച്ചു. ഇത് പോലീസുകാർക്കിടയിൽ പോലും ഇയാളെക്കുറിച്ചൊരു ഭയം സൃഷ്ടിച്ചു. ശോഭരാജ് ഒരു സൈക്കോപാത്ത് ആയിരുന്നെന്ന് പലരും വിശ്വസിക്കുന്നു. ഇയാൾക്ക് യാതൊരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. കൊലപാതകങ്ങൾ നടത്തുമ്പോഴും താൻ ശരിയായ കാര്യമാണ് ചെയ്യുന്നതെന്ന ചിന്തയായിരുന്നു ഇയാൾക്ക്. പല പേരുകളിൽ, പല രൂപങ്ങളിൽ ഇയാൾ സഞ്ചരിച്ചു. പാസ്പോർട്ടുകൾ വ്യാജമായി ഉണ്ടാക്കി ഉപയോഗിച്ചു. ഇയാളുടെ യഥാർത്ഥ വ്യക്തിത്വം കണ്ടെത്താൻ പോലീസിന് ഏറെ ബുദ്ധിമുട്ടായിരുന്നു. ചാൾസ് ശോഭരാജിന് ദി സർപ്പന്റ് അഥവാ സർപ്പം എന്ന പേര് ലഭിച്ചത് ഇയാളുടെ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള സൂക്ഷ്മതയും രക്ഷപ്പെടാനുള്ള കഴിവും വഞ്ചനാപരമായ സ്വഭാവവും കൊണ്ടാണ്. ഒരു സർപ്പം ഇരയെ പതിയെ കെണിയിലാക്കുന്നത് പോലെ ശോഭരാജ് തൻ്റെ ഇരകളെ വശീകരിച്ച് വിശ്വാസം നേടിയെടുക്കുകയും അവരെ തന്ത്രപരമായി കെണിയിൽപ്പെടുത്തുകയും ചെയ്തു. ഒരു സാഹചര്യത്തിൽ നിന്ന് മറ്റൊരു സാഹചര്യത്തിലേക്ക് ഒരു സർപ്പത്തെ പോലെ അതിവേഗം ഇഴഞ്ഞു നീങ്ങാനുള്ള കഴിവ് ഇയാൾക്കുണ്ടായിരുന്നു. കൂടാതെ ഇയാൾ പലപ്പോഴും തൻ്റെ രൂപവും ഭാവവും മാറ്റിക്കൊണ്ടിരുന്നു. നിയമത്തിൻ്റെ പിടിയിൽ ഒതുങ്ങാതെ ഒളിവിൽ കഴിയാനുള്ള ഇയാളുടെ കഴിവും ഈ പേരിന് കാരണമായി. ഇയാൾക്ക് ബിക്കിനി കില്ലർ എന്ന പേര് ലഭിച്ചത് ഇയാളുടെ ഇരകളുമായി ബന്ധപ്പെട്ടാണ്. 1975 തായ്ലൻഡിൽ വെച്ച് ആസൂത്രിതമായി നടന്ന കൊലപാതക പരമ്പരകളിലാണ് ഈ പേര് കൂടുതലും പ്രചാരത്തിൽ വന്നത്. ഇയാൾ കൊലപ്പെടുത്തിയ സ്ത്രീകളിൽ ചിലരുടെ മൃതദേഹങ്ങൾ ബിക്കിനി വേഷത്തിലോ അല്ലെങ്കിൽ ബിക്കിനി ധരിച്ച് കാണാതായവരുടെ പട്ടികയിലോ ഉൾപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് തായ്ലൻഡിലെ പട്ടായ ബീച്ചിൽ വെച്ച് കൊല്ലപ്പെട്ട ചില യുവതികളുമായി ബന്ധപ്പെട്ടാണ് ഈ പേര് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. വിദേശ വിനോദസഞ്ചാരികളെ, പ്രത്യേകിച്ച് യുവതികളെ ഇയാൾ ലക്ഷ്യം വെച്ചിരുന്നു എന്നതും അവരുടെ വസ്ത്രധാരണ രീതിയും ഈ പേരിന് പിന്നിലുണ്ട്. വർഷങ്ങളോളം പോലീസിനെ വട്ടം കറക്കിയ ശേഷം 2003 നേപ്പാളിൽ വെച്ച് ശോഭരാജ് അറസ്റ്റിലായി. 1975 നടന്ന ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് നേപ്പാളിൽ ഇയാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചു. ദീർഘകാലം ജയിലിൽ കഴിഞ്ഞതിന് ശേഷം 2022 ഡിസംബറിൽ പ്രായാധിക്യവും ആരോഗ്യ പ്രശ്നങ്ങളും പരിഗണിച്ച് ഇയാളെ നേപ്പാൾ സുപ്രീം കോടതി മോചിപ്പിക്കുകയും ഫ്രാൻസിലേക്ക് നാട് കടത്തുകയും ചെയ്തു. ചാൾസ് ശോഭരാജ് എന്ന പേര് ഇന്നും ഒരു പേടി സ്വപ്നമായി നിലനിൽക്കുന്നത് ഒരു മനുഷ്യൻ എത്രത്തോളം ക്രൂരനാകാൻ സാധിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നത് കൊണ്ടാണ്. ഇയാളുടെ കഥ ലോകമെമ്പാടുമുള്ള ക്രൈം ത്രില്ലർ എഴുത്തുകാർക്കും സിനിമാ നിർമ്മാതാക്കൾക്കും ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. ഈ കുറ്റവാളിയുടെ കഥ നമുക്കൊരു പാഠമാണ്. പുറമേ കാണുന്ന സൗന്ദര്യത്തിലും ആകർഷണത്തിലും കുടുങ്ങാതെ ആളുകളെ സൂക്ഷിക്കണമെന്ന പാഠം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.